നാമം ഇന്ന് രാത്രി വേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഹൃദയാലയുടെ ആയിരിക്കുന്ന കർത്തൃവേറെ ശക്തമായ ദിവസങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന കർത്തൃഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനും നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസനും ഈ വാത്സല്യ കുടുംബത്തിനും കടന്നു വന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ വീണ്ടും അറിയിക്കുന്നു. ആമേൻ. ദൈവവചനം ഇന്ന് രാത്രി വേളയിൽ ഇവിടെ കർത്താവിന്റെ ദാസൻ ആമേൻ ശക്തമായി ഇന്ന് രാത്രി വേളയിൽ നിങ്ങൾക്കുള്ള ആലോചനകൾ പറഞ്ഞു തരും. എന്നാൽ അതിന്റെ മുന്നോടിയായി ദൈവവചനം സ്നാനത്തെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ്. ദൈവം, അതായത് കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമ സഭയ്ക്ക് കൊടുത്തതായ രണ്ട് പ്രധാന കൽപ്പനകളിൽ ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് തിരുവത്താഴ് ശുശ്രൂഷ. അങ്ങനെ ഈ സ്നാനം എന്ന് പറയുന്ന പ്രധാന കാർമ്മികത്വം അല്ലെങ്കിൽ ആ ശുശ്രൂഷ, അതാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അത് അനുഷ്ഠിക്കുവാനായി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുമ്പോൾ ഒരു സഭയോടുകൂടെ ചേരുവാനല്ല, ദൈവവചനം പറയുന്നു കർത്താവിനോടുകൂടെ ചേരുവാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഇത് IPCയോടോ ഷാരോനോടോ AGയോടോ ഒന്നും ചേരുവാനല്ല നിങ്ങൾ സ്നാനപ്പെടുന്നത്, യേശുവിനോടുകൂടെ ചേരുന്നു. ഈ സ്നാനം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഒരുങ്ങപ്പെടുന്ന ഒരു വലിയ ഭാഗ്യം. സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ആലോചനയാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. ദൈവവചനം ഇങ്ങനെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പരീശന്മാരും ന്യായശാസ്ത്രിമാരും ദൈവത്തിന്റെ ആലോചന നിരസിച്ചു കളഞ്ഞപ്പോൾ അനേകര് ദൈവത്തിന്റെ ആലോചന അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചനയാണ്. അപ്പോൾ കർത്താവിന്റെ ഒരു അന്ത്യ നിയോഗം കൂടാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. എനിക്ക് ശേഷം കർത്താവിന്റെ ദാസൻ ഈ സ്നാനത്തെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. എനിക്ക് ശേഷം കർത്താവിന്റെ ദാസന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നത് കർത്തദാസന്മാരെ സമീപിച്ച് നിങ്ങളുടെ സംശയ നിവാരണങ്ങൾ അതിലൂടെ ചെയ്തെടുക്കണം. ആമേൻ. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രി വേളയിൽ നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നിമിഷം കർത്താവിന്റെ ദാസൻ ആമേൻ ദൈവവചനത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെതായ വിശദീകരണങ്ങൾ നൽകി തരും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആമേൻ. കർത്താവ് നമ്മേവരെയും ധാരാളമായി ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് കർത്താവിന് മഹത്വം കരയട്ടെ. ഈ ഭവനത്തിൽ ഇങ്ങനെ ഒരു കുടിവരവ് ദൈവം തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രത്യേകമായ ഒരു വിഷയം ദൈവസന്നിധിയിൽ ഒരുമിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനുമാണല്ലോ ഇന്ന് ഈ സായം സന്ധ്യയിൽ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇതൊരു പഠനമാണ്. പഠിക്കുമ്പം സംശയങ്ങളുണ്ടാവാം. സംശയങ്ങളുണ്ടാവുന്നത് നിശ്ചയമായും നിങ്ങൾ വോയിസ് ഔട്ട് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അതിനെ ക്ലാരിറ്റി വരുത്തിയിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകുവാനായിട്ട്. ഇവിടെ സ്നാനപ്പെടുവാൻ തയ്യാറായി തീരുമാനമെടുത്ത് വന്നിരിക്കുന്ന ബ്രദർ വിനോദ് ഉണ്ട്, ബ്രദർ റോയ് ഉണ്ട്, ബ്രദർ അനീഷ് ഉണ്ട്. സെബിൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തോ? യെസ്. ആ പ്രിയപ്പെട്ട തീരുമാനമെടുത്താൽ അദ്ദേഹം ഉണ്ടെങ്കിൽ 4 സഹോദരങ്ങളുണ്ട്. നമ്മുടെ വാത്സല്യ ഇതിൽ സൗമ്യമോളുണ്ട്. ഇതിൽ സൗമ്യമോൾ ഒഴികെ ബാക്കി നിങ്ങളെല്ലാവരും തന്നെ സാമുദായിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ ഇദ്ദേഹം ബന്ധക്കോസ് കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ സാമുദായിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്കൊരു മാമോദീസ, സ്നാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കർമ്മം, നിങ്ങളെ ക്രിസ്ത്യനൈസേഷൻ എന്ന് പറയുന്ന കർമ്മം നിങ്ങൾക്ക് ചെയ്തിരുന്നു. നിങ്ങളെ ക്രിസ്ത്യാനികളാക്കി തീർക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു സ്നാനം ലഭിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? അത് ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയാം അല്ലേ? അത് നടക്കുമ്പം നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന തലതൊട്ടപ്പൻ അല്ലെ തലതൊട്ടമ്മ അല്ലെ ഗോഡ് ഫാദർ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. വിനോദ് തലതൊട്ടപ്പനെ കണ്ടിട്ടുണ്ടോ?
വിനോദിന് മാമോദീസ നൽകിയപ്പം ഈ തലതൊട്ടപ്പെന്ന് പറഞ്ഞ ആരാന്നറിയോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു കക്ഷി ഉണ്ടായിരുന്നു. നിങ്ങള് ചെറിയ പ്രായത്തിൽ 48-ാമത്തെ ദിവസം 50-ാമത്തെ ദിവസവും അല്ലെ 2 മാസം 3 മാസം പ്രായമുള്ളപ്പോൾ നിങ്ങളെയും കൊണ്ട് പള്ളിയിൽ പേരൻസ് ചെന്ന സമയത്ത് അച്ഛൻ നിങ്ങൾക്ക് മാമോദീസ നൽകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരാള് സാത്താനെ തള്ളി മശിഹയെ സ്വീകരിക്കണമായിരുന്നു. ഒരു റെപ്രസെന്റേഷണൽ റീജനറേഷൻ അവിടെ നടന്നിട്ടുണ്ട്. അതായത് ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ആ സംഭവത്തിന്റെ ഒരു ചെറിയ ചുരുക്കെഴുത്ത്, ആ കർമ്മം അവിടെ നടന്നു. അതായത് ഈ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞിന് വേണ്ടി 3 മാസം പ്രായമുള്ള കുഞ്ഞിന് പാപത്തെ കുറിച്ച് വല്ലതും അറിയോ? ഇല്ല. അതിന് സാത്താൻ എന്താണെന്നറിയോ? ഇല്ല. പക്ഷേ ഈ സ്നാനം കൊടുക്കുന്ന അല്ലെങ്കിൽ മാമോദീസ കഴിപ്പിക്കുന്ന അച്ഛനൊരു ബോധമുണ്ട്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത മനസാക്ഷി അനുസരിച്ച്, ഒരു വേദപുസ്തകം പഠിപ്പിക്കൽ അനുസരിച്ച് അദ്ദേഹത്തിന് അറിയാം, പാപത്തെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുന്നവർക്കാണ് സ്നാനം കൊടുക്കേണ്ടത്. ആരെ സ്നാനം കൊടുത്താവുള്ളൂ? പാപത്തെ ഉപേക്ഷിച്ചിട്ട് മശിഹായെ സ്വീകരിക്കുന്നവർക്കേ സ്നാനം കൊടുക്കാവുള്ളൂ. അപ്പൊ ഈ കുഞ്ഞിന് അത് ചെയ്യാൻ അറിയത്തില്ലെന്ന് സമുദായ സഭകളിലെ പൗരോഹിത്യ ആ വർഗത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം പറയും, ഇതിനു വേണ്ടി റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ ഒരാളുടെ ഒരു കർമ്മം ചെയ്യണം. ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കരങ്ങളിലെടുത്തിട്ട് ഒരപ്പച്ചനോ അമ്മച്ചോ പറയും, ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഉപേക്ഷിക്കുന്നു, ഞാൻ മശിഹായെ സ്വീകരിക്കുന്നു. അത് പറഞ്ഞു കഴിയുമ്പോഴാണ് അച്ഛൻ ഈ കുഞ്ഞിന്റെ മേൽ വെള്ളം തളിച്ച് അതിന്റെ തലയിൽ ഒരു കുരിശൊക്കെ വരച്ച് അതിനെ ക്രിസ്ത്യാനിയായിട്ട് പ്രഖ്യാപിച്ച് തിരിച്ച് പേരൻസിന് കൊടുക്കുന്നത്. കൊടുക്കുമ്പം പ്രത്യേകിച്ച് പറയാറുണ്ട്, നിങ്ങളതിനെ ക്രിസ്തീയ പഥ്യോപദേശത്തിൽ വളർത്തണം എന്ന് പറയാറുണ്ട്. കത്തോലിക്ക സഭയിൽ നടക്കുന്ന സ്നാനമാണെങ്കിൽ അവര് തിരുസഭയുടെ ഉപദേശങ്ങൾ അനുസരിച്ച് ഇതിനെ വളർത്തണമെന്ന് പറയാറുണ്ട്. വേദോസം അനുസരിക്കണമെന്ന് പറയാറില്ല. തിരുസഭയുടെ ഉപദേശം അനുസരിച്ച് വളർത്തണം എന്നാണ് പറയാറ്. ഞാൻ പറഞ്ഞത്, ശിശുസ്നാനമായിട്ട് പോലും യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ്, സാത്താനെ തള്ളി യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് ആ പ്രക്രിയ, ശുശ്രൂഷയ്ക്കായിട്ട് ഒരു സമുദായ സഭ തയ്യാറാകുന്നത്. എന്നാൽ നമുക്കറിയാം, എനിക്ക് വേണ്ടി മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. അത് ഞാൻ ചെറുതായിരിക്കുമ്പോഴും കഴിയത്തില്ല, ഞാൻ വളർന്നു കഴിഞ്ഞാലും. ബ്രദർ റോയ്ക്ക് വേണ്ടി, ബ്രദർ അനീഷിന് വേണ്ടി, സെബിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു തരാൻ മാത്രമേ എനിക്ക് കഴിയത്തുള്ളൂ. യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ വരുത്തിയ വ്യത്യാസത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാം. ക്രിസ്തു യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷയെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാം. സ്വീകരിക്കേണ്ടത് ആരാണ്? നിങ്ങളാ. കർത്താവിനെ സ്വീകരിക്കേണ്ടത് നിങ്ങളാ. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന നിങ്ങളേവരും കർത്താവിനെ വ്യക്തിപരമായി രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സ്നാനത്തിന് ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ ഇത് ഉറപ്പുവരുത്താറുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ഇന്ന് രാത്രി ആ ഉറപ്പുണ്ടോ? ഉണ്ടോ? യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായിട്ട് ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? അത് വ്യക്തമായി സംഭവിക്കേണ്ട കാര്യമാണ്. അത് അതിന് വ്യക്തതയില്ലാതെ എന്നോ ഒരിക്കൽ നടന്നു പോയൊരു കാര്യമല്ല. ഇപ്പൊ സ്നാനം എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് നാം രക്ഷിക്കപ്പെടുക എന്നുള്ളത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ അവിടെ തൊട്ട് തുടങ്ങാം. ഫസ്റ്റ് ടൈം. അതുകൊണ്ട് അവിടെ തൊട്ട് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സെബിൻ കാതലായ വിശ്വാസം ഇതാണ്: നമ്മളൊരു പാപികളാണ്. പാപിയായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തനിയെ കഴിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുവൻ കാൽവറിയിൽ മരിച്ചു. കർത്താവായ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു. അവിടെ പരമയാഗമായി തീർന്നു. ഇനി ഒരു യാഗം അവശേഷിക്കുന്നില്ല. ഇനി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു പ്രവൃത്തി അവസാനിക്കുന്നില്ല. കർത്താവ് കാൽവറിയിൽ അവസാന ശ്വാസം വിടുന്നതിന് മുമ്പ് പറഞ്ഞത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്,
സകലവും നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി ഒന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു പ്രവൃത്തി മനുഷ്യൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ആ ജോലി ദൈവം അങ്ങ് തീർത്തു. ക്രിസ്തുവിലൂടെ കാൽവറിയിൽ പാപത്തിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ പാപ പരിഹാരം ഉണ്ടാക്കി വെച്ച ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വാസത്താൽ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ ഏറ്റെടുത്തിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ നിന്നെ എന്റെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു, ക്രിസ്തുയേശുവിലുള്ള ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുന്ന ആ പ്രക്രിയയിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായ കൊണ്ട് ഏറ്റുപറയണം. ഇത് രണ്ടും സംഭവിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം, ഇത് ചെറുപ്പം തൊട്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും സൺഡേ സ്കൂളിൽ പോവുകയും ചെയ്യുന്നു. ഒരു പാപത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ഇവർ വളരുന്നു. നിശ്ചയമായിട്ട് അവർ രക്ഷിക്കപ്പെടുന്നുണ്ട്. അവർ ഏതോ ഒരു കാലഘട്ടത്തിൽ എപ്പോഴോ ഒരിക്കൽ കർത്താവിനെ സ്വീകരിക്കുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്. പക്ഷെ വ്യക്തമായിട്ടൊരു ചിലപ്പോൾ ഒരു ഡേറ്റ് പറയാൻ അവർക്ക് കഴിയാതെ പോകുന്നു. എന്നാൽ ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഡേറ്റ് പറയാൻ കഴിയണം. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചത്, എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതെന്നാണ് എനിക്കറിയാം. എന്നെ രക്ഷയിലേക്ക് നടത്തിയ ഒരു ഭർത്താമക്കാരൻ സാറാ, ഞങ്ങളുടെ ഒരു ഹിന്ദി അധ്യാപകൻ. അദ്ദേഹം ഇന്നുകൊണ്ട് കേരളത്തിൽ ഏറ്റവും അധികം ബൈബിളുകൾ സ്വന്തമായിട്ടുള്ള കളക്ഷനുള്ള ആള്. ഗുഡ് ന്യൂസിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ലേഖനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ഒരാളുള്ളത് ഇന്ന് വർത്തമാനിൽ ഒരു അച്ഛനാണ്. ഈ സാർ ഞങ്ങളുടെ ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഞങ്ങൾ ടീനേജിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു 11 to 16, 17 ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗുഡ് ന്യൂസ് ക്ലബ് എന്ന് പറഞ്ഞൊരു ചെറിയ സംഭവം നടത്തുകയാണ്. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങളെ എല്ലാവരും വിളിച്ചുകൂട്ടി പാട്ട് പഠിപ്പിക്കുകയും വേദോത്സവ വാക്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തു തരുന്ന, ക്രിസ്തുവിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു നല്ല ശുശ്രൂഷ അദ്ദേഹം ചെയ്തു. ആ പ്രിയപ്പെട്ടവന്റെ ഒരു ക്ലാസ്സിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് അദ്ദേഹം അവതരിപ്പിച്ച ആ മെസ്സേജിലാണ് എന്റെ ഹൃദയത്തെ ദൈവം തൊട്ടതും ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചത്. എനിക്ക് 13-14 വയസ്സുള്ള സമയത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് ഞാൻ കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിച്ചത് എന്നാണ്, ഞാൻ എന്നാണ് രക്ഷിക്കപ്പെട്ടത്. ആ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. സ്നാനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ആകാവൂ. സ്നാനപ്പെട്ടതിന് ശേഷം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ 4 പേരും കൂടെ ഞങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ല പാസ്റ്ററെ, ഞങ്ങൾ പിന്നെ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാലും സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടേണ്ട ആവശ്യം, രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാൻ പാടില്ല. രക്ഷിക്കപ്പെടാതെ വല്ലവരുടെയും നിർബന്ധത്തിന് വഴങ്ങി സ്നാനപ്പെട്ടവരൊക്കെയാണ് ഈ വിശ്വാസ ജീവിതത്തിൽ ഇടയ്ക്ക് ഇട്ടേച്ചൊക്കെ ജീവിതത്തിൽ ചെറിയ പ്രതികൂലം വന്നു കഴിയുമ്പം അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം രക്ഷയുടെ അനുഭവം, കർത്താവിനെ സ്വീകരിക്കുന്ന അനുഭവം, കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരണം. ഇന്ന് രാത്രി ആമേൻ ഞാൻ അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിലൊരു വ്യക്തത വരുത്തി പ്രാർത്ഥിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക. സ്നാനത്തിന്റെ അടുത്ത ലെവലിലേക്ക്, സ്നാനം എന്നുള്ളത് നമുക്ക് അരമണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ക്ലാസ്സാണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ വിഷയമുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനു മുമ്പ് നാം നമ്മെ തന്നെ ഇതിനു വേണ്ടി ഒരുക്കുക എന്നുള്ളത്. ഇന്ന് രാത്രി ആ കാര്യത്തിൽ വ്യക്തമായ ഒരു വ്യക്തത വരട്ടെ. പ്രൈസ് ദി ലോർഡ്. വിനോദ് ബ്രദറിന് പറയാൻ കഴിയുമോ, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇന്നൊരു ദൈവ പൈതലാണെന്ന് പറയാൻ കഴിയുമോ? കഴിയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ട്, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ബ്രദർ റോയ് കഴിയും. കർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഇന്നൊരു ദൈവ പൈതലാണ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ റോയ് ഓർത്ത് നമുക്ക് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. അനീഷ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഇന്നൊരു ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. ഉറപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രിയപ്പെട്ടവനെ ഓർത്ത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ആമേൻ. സെവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ഒരു നിശ്ചയം ഹൃദയത്തിലുണ്ടോ? ഉണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ഇന്നൊരു ദൈവ പൈതലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രിയപ്പെട്ടവനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രിയ പൈതല് സൗമ്യമോള് 7 ആഴ്ച സാക്ഷി പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന്. മലയാളത്തിലാണ് അവൾ സാക്ഷ്യം പറഞ്ഞത്, നമുക്കൂടെ മനസ്സിലാകാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ, ആ ഉറപ്പുണ്ടോ?
അപ്പൊ ഇതെല്ലാം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് സ്നാനം. ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് സ്നാനം. സാധാരണ നമ്മുടെ നാട്ടിൽ പറയും പ്രായമായവരുടെ സ്നാനം എന്ന് പറയും. ഇത് പ്രായമായവരുടെ സ്നാനമല്ല. സ്നാനത്തിന് പ്രത്യേക പ്രായപരിധിയൊന്നും ഇല്ല. ഇത് വിശ്വസിക്കുന്നവരുടെ സ്നാനമാണ്. അതുകൊണ്ടാണ് ഇതിനെ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? വിശ്വാസ സ്നാനം. പ്രായമായവരുടെ സ്നാനമല്ല, വിശ്വാസ സ്നാനമാണ്. ഒന്നിയുടെ വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിച്ചാട്ടെ. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നറിയിച്ചിരുന്നു. ഇതിന്റെ ചരിത്രം, ഈ വാക്യത്തിന്റെ ചരിത്രം 2 മിനിറ്റ് നിങ്ങളൊന്ന് ചിന്തിക്കണം. യേശു ക്രിസ്തു ലോകത്തിലായിരുന്നു. അവൻ യഹൂദന്മാരാൽ ക്രൂശിക്കപ്പെട്ടു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ചില നാളുകളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരെ വീണ്ടും വിശ്വാസത്തിൽ ഉറപ്പിച്ചും പഠിപ്പിച്ചും ലോകത്തിലുണ്ടായിരുന്നു. സ്വർഗാരോഹണം ചെയ്യുവാൻ പോകുന്ന സമയം ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്കുണ്ട്. ആര് പറയാണ്? ശിഷ്യന്മാരും പറഞ്ഞതല്ല, യേശു പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ടൊരു കമാൻഡ്, ഒരു കമ്മീഷൻ അവർക്ക് കൊടുക്കുക. അധികാരമുള്ള ഞാനാ പറയുന്നത്. അധികാരമുള്ള ഞാൻ പറയുകയാണ്, നിങ്ങൾ പുറപ്പെടണം, ഭൂലോകമൊക്കെയും പോകണം, നിങ്ങൾ ജനത്തെ ശിഷ്യരാക്കണം, ഞാൻ പഠിപ്പിച്ചത് അവരെ പഠിപ്പിക്കണം, ശിഷ്യപ്പെട്ട് മുമ്പോട്ട് വരുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം. ഈ കമ്മീഷനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അതോറിറ്റിയുള്ള ആരും ഇന്നുവരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. സ്നാനപ്പെടാൻ പോകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ അധികാരത്തിന്റെ ശബ്ദം അവൻ എല്ലാ ദിവസവും മുഴങ്ങണം. അവൻ നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ ഒരു അപ്പോസ്തലനല്ല, നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞത് ഒരു സഭയുടെ നേതാവല്ല, നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞത് നിങ്ങളെ ക്രിസ്തുവിലേക്ക് നയിച്ച ബാല്യ സഹോദരന്മാരാരുമല്ല. നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞത് അവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അന്നും ഇന്നും കരങ്ങളിൽ വെച്ചിരിക്കുന്ന യേശു കർത്താവാണ്. ഇന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഭരണാധികാരികളുണ്ട്. അവരുടെ അധികാരത്തിന്റെ കീഴിലാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ വസിക്കുന്നത്. അങ്ങനെയാണ്. ഇന്ന് ഇവിടെ വന്നിട്ട് അവൻ ഷെയ്ഖ് മുഹമ്മദ് ഒരു ഓർഡർ ഇടുകയാണ്, ഈ താമസിക്കുന്ന വീട് സജി ബ്രദറും കുടുംബവും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനെതിരെ അപ്പീൽ കൊടുക്കാൻ ഒരു കോടതി ഈ രാജ്യത്തില്ല. ഇവിടുത്തെ ഭരണാധികാരി സകല അധികാരവും കൈയാളുന്ന ഒരാള് ഒരു ഓർഡർ ഇട്ടാൽ ആ ഓർഡറിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുന്ന, ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കോടതി ഈ രാജ്യത്തില്ല. ആ ഓർഡർ അനുസരിക്കുക എന്നുള്ളതുള്ളൂ. ആ ഓർഡർ ഏറ്റെടുക്കുക, ആ കമാൻഡ് അങ്ങ് അനുസരിക്കുക. അങ്ങനെ ഈ കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും. യേശുവിന്റെ അധികാരത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ സ്വർഗത്തിലൊരു അധികാരമില്ല. അവൻ പിതാവിന് തുല്യനായവനാ. സ്വത്രം. പുത്രനൊരു തീരുമാനമെടുത്താൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പിതാവ് അല്ല സ്വർഗത്തിലെ പിതാവ്. പ്രൈസലോട്. അവര് രണ്ടുപേരും ഇവിടെ അറിഞ്ഞിട്ട് അവർ തീരുമാനം എടുക്കുന്നത്. സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അധികാരമില്ല. ക്രിസ്തു തന്നെ പറഞ്ഞു, ഭൂമിയിലും ക്രിസ്തുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അധികാരമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന പീഡകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പീഡകൾ നടക്കുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ അധികാരത്തെ ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല. യേശുവിന്റെ അധികാരത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഈ പീഡകളൊക്കെ നടക്കുമ്പോഴും അതിന്റെ ഇടയിലും യേശുവിന്റെ അധികാരത്തിന്റെ സുവിശേഷം ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ഈ പീഡ അഴിച്ചുവിടുന്നവരുടെ ഇടയിൽ ചിലരെല്ലാം ക്രിസ്തുവിനെ കണ്ടെത്തുന്നുണ്ടെന്ന് മറന്നു പോകരുത്. പാസ്റ്റർ ബെന്നി ഹിന്നിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, അദ്ദേഹം ഒരു യഹൂദനാണ്.
എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു, മിഡിൽ ഈസ്റ്റിന് വേണ്ടി അറബികളുടെ ഇടയിൽ, ഇവിടുത്തെ മനുഷ്യരുടെ ഇടയിലുള്ള സുവിശേഷീകരണത്തെ കുറിച്ച് വ്യക്തമായി ധാരണയുള്ള ആളും അതിനുവേണ്ടിയുള്ള പദ്ധതികളൊക്കെ ഉള്ളയാളുമാണ് അദ്ദേഹം പറഞ്ഞത്, ഈ മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ ഏറ്റവും അധികം രഹസ്യ വിശ്വാസികൾ ഉള്ളത് സൗദി അറേബ്യയിലാണ്. ഏറ്റവും അധികം രഹസ്യ വിശ്വാസികളുള്ളത്, ഏറ്റവും അധികം ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം കുറവുള്ളതും അവർ സൗദിയിലാണ്. ഏറ്റവും അധികം രഹസ്യമായിട്ട് ക്രിസ്തുവിനെ കണ്ടെത്തിയവരും അവിടെയാണ്. അദ്ദേഹം അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ്, അവിടെ ക്രിസ്തുവിനെ കണ്ടെത്തിയവരൊക്കെ ഞാനോ നിങ്ങളോ എന്ന് പറഞ്ഞ് സുവിശേഷം കേട്ടത് കൊണ്ട് രക്ഷിക്കപ്പെട്ടവരല്ല, സകല അധികാരവും പ്രാപിച്ചവൻ. ആമേൻ സഹോദരൻ, രാത്രിയുടെ യാമങ്ങളിൽ അവരുടെ ഉറക്കറയിൽ അവരുടെ ബെഡ്റൂമിൽ ഇറങ്ങി വന്ന് ആമേൻ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, ഞാനാണ് സാക്ഷാൽ ദൈവം, എന്നെയാണ് ആരാധിക്കേണ്ടത്. സകല അധികാരം ഒരുവനുണ്ട്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തു അധികാരത്തോടെ കൽപ്പിച്ചതാണ് സ്നാനപ്പെടണം. ആ വാക്യത്തിന് തന്നെ അടുത്ത ഭാഗത്ത് കർത്താവ് തന്നെ പറയുന്ന ഒരു വാഗ്ദത്തം കൂടെയുണ്ട്. നിങ്ങളിങ്ങനെ പോയി സകലരെയും ശിഷ്യരാക്കി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ആരാ പറഞ്ഞേ? എനിക്ക് അങ്ങനെ ഒരു പ്രോമിസ് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഞാൻ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളിപ്പോ ഈ മുസഫയിലോ അല്ലെങ്കിൽ അബുദാബിയിലോ അല്ലെങ്കിൽ നമ്മുടെ വിസിറ്റിംഗിലോ 40-50 കിലോമീറ്റർ കാർ ഓടി വന്ന് നിങ്ങളെ കാണാൻ പറ്റുന്ന സ്ഥലത്തോ ആണെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് പറയാം, ഞാൻ നിങ്ങളെ വന്ന് കാണാം, ഞാൻ നിങ്ങളുടെ കൂടെ കാണും എന്നൊക്കെ പറയാം. എന്നാൽ ഈ അബുദാബിയിൽ തന്നെ ഇപ്പൊ നിങ്ങൾ റുവൈസിലേക്കോ അല്ലെ വേറൊരു സ്ഥലത്തേക്കോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി പോയി എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം? ഇല്ല. പ്രാക്ടിക്കൽ അല്ല, അത് നടപ്പുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്നാനപ്പെടുത്തുന്ന ഒരു കർത്താവിന്റെ ദാസനോ നിങ്ങളെ സ്നാനത്തിലേക്ക് നയിച്ചപ്പോ സജി ബ്രദറിനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റു ദൈവദാസന്മാർക്കോ ഒന്നും പറയാൻ പറ്റുന്ന ഒരു പ്രോമിസ് അല്ലിത്. ഞങ്ങൾ എല്ലാ നാളും നിങ്ങളുടെ കൂടെ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതും എല്ലാ നാളും ഒന്നും നടക്കത്തില്ല. നടക്കൂ. ആ ബന്ധങ്ങൾ ഇങ്ങനെ ദൃഢമായി നിൽക്കുന്ന കാലത്തൊക്കെ ചിലപ്പം നമുക്കറിയാമല്ലോ, അത് സത്യമാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നവരും ഞാൻ സ്നാനപ്പെടുത്തിയവരുമായ 100 കണക്കിന് ആൾക്കാരുണ്ട്. അവരെല്ലാരും ഒന്നും ഓർക്കുന്നില്ല. ചിലരെ ചിലപ്പോ ഇപ്പൊ വഴി വെച്ച് കണ്ടാൽ പോലും അറിഞ്ഞെന്ന് വരില്ല. 1990 ഒക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ കാലഘട്ടത്തിലൊക്കെ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ സ്നാനപ്പെടുത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കിപ്പോ എവിടെയാന്ന് പോലും നമുക്ക് അറിയത്തില്ല. എന്നാ നിങ്ങളെ സ്നാനത്തിലേക്ക് നയിച്ച, നിങ്ങൾ സ്നാനപ്പെടണമെന്ന് പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശു പറയാണ്, ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെ കാണും. നിങ്ങളെ സ്നാനപ്പെടുത്തിയ കർത്താവിന്റെ ദാസന്മാർ നിങ്ങളുടെ കൂടെ കാണത്തില്ല. നിങ്ങളെ സ്നാനത്തിലേക്ക് നയിച്ച ദൈവസഭ ഒരുപക്ഷെ നിങ്ങളെ എന്നും കണ്ടെന്ന് വരില്ല, എന്നാൽ എന്നും നിങ്ങളുടെ കൂടെയുള്ള കർത്താവുണ്ട്. സ്തോത്രം. കർത്താവിന്റെ ഒരു വാഗ്ദത്തമുണ്ട്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും ലഭിച്ച യേശുവിന്റെ കൽപ്പനയാണ്. യേശുവിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുമോ? അധികാരമുള്ള ഒരാള്, നിങ്ങളെല്ലാം അധികാരത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്നവരാ. നമ്മളെല്ലാവരും അങ്ങനെയാ, അധികാരത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്നവരാ. നമ്മുടെ മേലധികാരി നമ്മളോട് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം കർത്താവിന്റെ കൽപ്പന അനുസരിക്കാനുള്ള ഒരു തീരുമാനമാണ്. ഇനി യേശു സ്നാനപ്പെടാൻ പറഞ്ഞപ്പം യേശു തന്നെ അതിനൊരു മാതൃക കാണിച്ചു. യേശു സ്നാനപ്പെട്ടയാളാ അല്ലേ? യേശു യോഹന്നാൻ, ഞാൻ വാക്യങ്ങളൊന്നും എടുത്ത് വായിക്കാതെ പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരാം. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ അതിന്റെ കോപ്പി എടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ അതിനകത്ത് റെഫറൻസുകളൊക്കെ ഉണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവാം. അവൻ യേശു സ്നാനപ്പെട്ടു. യേശു യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടു. യേശു എങ്ങനെയാ സ്നാനപ്പെട്ടെ? യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നു, യേശു വെള്ളത്തിലോട്ട് ഇറങ്ങി ചെന്നു. യോഹന്നാൻ സ്നാപകൻ 2 കൈ വെള്ളം കോരി യേശുവിന്റെ തലയിൽ ഒഴിച്ചു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു പറഞ്ഞ് കയറ്റിവിടുവായിരുന്നു. നമ്മള് മത്തായി സുവിശേഷത്തിന്റെ പ്രാരംഭ അധ്യായങ്ങളിൽ ആ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നത് യേശു സ്നാനമേറ്റ ഉടൻ വെള്ളത്തിൽ നിന്ന് കയറി. എന്നാൽ കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ഓസിയം ബൈബിളില് പറഞ്ഞിരിക്കുന്നത് യേശു മാമോദീസ ഏറ്റയുടൻ വെള്ളത്തിൽ നിന്നും പൊങ്ങി എന്നാണ്. നമ്മുടെ ബൈബിളല്ല, കത്തോലിക്ക സഭ ഫോളോ ചെയ്യുന്ന
ഓശാന ബൈബിളില് എഴുതിയിരിക്കുകയാണ്, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി എന്ന് പറഞ്ഞാൽ മുങ്ങാതെ പൊങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ യേശു എങ്ങനെയാ സ്നാനപ്പെട്ടത്? മുങ്ങിയാ സ്നാനപ്പെട്ടത്. യേശു മുങ്ങിയാണ് സ്നാനപ്പെട്ടത്. ബാപ്റ്റിസോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. ബാപ്റ്റിസം എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പദത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദം ബാപ്റ്റിസോ എന്ന് പറയുന്ന ആ ഒരു പദമാണ്. അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനകത്തേക്ക് പൂർണ്ണമായി താഴ്ത്തി വയ്ക്കുന്നതിനാണ് ബാപ്റ്റിസോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. മനസ്സിലായോ? ഒരു വസ്തുവിനകത്തേക്ക്, ഒരു മീഡിയക്കകത്തേക്ക് മറ്റൊന്നിനെ പൂർണ്ണമായും താഴ്ത്തി ഇറക്കി ഇമ്മേഴ്സ് ചെയ്യുന്ന, മുക്കി വയ്ക്കുന്ന ആ പദമാണ് ബാപ്റ്റിസോ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലേക്ക് നമ്മളെ അങ്ങ് മുക്കി വയ്ക്കുക. അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നാനത്തിന്റെ അർത്ഥം. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സംശയങ്ങളൊക്കെ അങ്ങ് മാറും. അപ്പൊ ബാപ്റ്റിസം എന്ന് പറയുന്ന പദമാണ് ബാപ്റ്റിസത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ മുഴുകുക എന്നർത്ഥം. എന്താണ് മുഴുകുക? നിമഞ്ജനം ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഇമ്മേഴ്സ് ചെയ്യുക, ഒരു വസ്തുവിനെ കംപ്ലീറ്റ് ആയിട്ട് മുക്കുക. ആ പദമാണ് അവിടെ ബാപ്റ്റിസം എന്ന് പറയുന്ന പദത്തിൽ സ്നാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. യേശു മുങ്ങി സ്നാനപ്പെട്ടു. യേശു വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടു. നമുക്ക് ഒന്ന്, യേശു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ദൈവപുത്രനായ ക്രിസ്തു. രണ്ട്, ആ ദൈവപുത്രൻ സ്നാനത്തിന് മാതൃക കാണിച്ചു തന്നപ്പോ വെള്ളത്തിൽ മുങ്ങി, പൂർണ്ണമായിട്ട് മുങ്ങിയാണ് സ്നാനപ്പെട്ടത്. അപ്പൊ അതല്ലാത്ത വേറൊരു മാതൃക സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾ ഇന്ന് മുഴുവൻ സ്നാനം വേണ്ട, ശിശുക്കളെ സ്നാനപ്പെടുത്തിയാൽ മതി, മാമോദീസ മതി എന്ന് വാദിക്കുന്ന സമുദായ സഭ, കേരളത്തിലെ ഏറ്റവും പുരാതനമായ സമുദായ സഭ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയാണ്, കത്തോലിക്ക സഭയല്ല. കത്തോലിക്ക സഭ 4-5 നൂറ്റാണ്ടുകളിലാണ് രംഗത്ത് വരുന്നത്. അതിനു മുമ്പ് 1-ാം നൂറ്റാണ്ട് തൊട്ടേ നമ്മുടെ ട്രഡീഷൻ അനുസരിച്ച് കേരളക്കരയിൽ നിലനിൽക്കുന്ന സഭയാണ് ഓർത്തഡോക്സ് സഭ. അപ്പൊ പഴയുള്ള ഓർത്തഡോക്സ് പള്ളികളുടെ അടുത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത്, ഞാൻ ജനിച്ചു വളർന്ന നാട് കോട്ടയം പുതുപ്പള്ളിയില്, എന്റെ വീട്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി നേരെ വഴി ചെന്നിട്ട് ഒരു കൺഫ്യൂഷൻ ആണെന്ന് വിചാരിക്കാൻ എങ്ങോട്ട് പോകണം. വലത്തോട്ട് തിരിഞ്ഞ് ഞാൻ നടന്നാൽ 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഞാൻ വിശുദ്ധ കന്യാമറിയാമിന്റെ നാമത്തിലുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളി ചെന്നെത്തും. ഞാൻ ഇനി ഇടത്തോട്ടാ തിരിയുന്നെങ്കിൽ 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഗിവറീസ് സഹദയുടെ പേരിലുള്ള പുതുപ്പള്ളി പള്ളി ഞാനെത്തും. ഈ 2 പള്ളി പുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളാണ്. മണർകാട്ടെ പള്ളി എന്ന് പറയുന്ന പഴയ പള്ളി, അതായത് ഇന്ന് ശവക്കോട്ട പള്ളിയായിട്ട് ഉപയോഗിക്കുന്ന പഴയ പള്ളിക്ക് 1800-ലധികം വർഷത്തെ പഴക്കമുണ്ട്. 1800 വർഷത്തെ പഴക്കമുള്ള പള്ളി. അതങ്ങനെ തന്നെ അവര് നിലനിർത്തിയിരിക്കുകയാണ്. ഈ പഴയ പള്ളികളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്താൽ ഈ പഴയ പള്ളികളോടെല്ലാം ചേർന്നൊരു കുളമുണ്ട്. പഴയ ക്രൈസ്തവ ദേവാലയങ്ങളോടെല്ലാം ചേർന്നൊരു കുളം. ഈ മീനെ വളർത്താൻ ഉണ്ടാക്കിയ കുളമല്ലത്. ആ കുളത്തിലേക്ക് എല്ലാം ഇറങ്ങി പോകാനുള്ള കൽപ്പടവുകളുണ്ട്. വെറുതെ ഉണ്ടാക്കിയിരിക്കുന്ന കുളമല്ല, കൽപ്പടവുകളുണ്ട്. ആ കുളത്തിന്റെ കരയിൽ, പഴയ കുളത്തിന്റെ എല്ലാ കരയിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറുവാനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. യാക്കോബ സഭയുടെ ഔദ്യോഗിക ഗ്രന്ഥമായ ഹുദയ കാനോൻ എന്ന് പറയുന്ന പുസ്തകം, ഇന്ന് അവരതിന് വെളിച്ചം കാണിക്കുന്നില്ല, ഇന്ന് അത് ലൈബ്രറികളിൽ മാത്രം അവൈലബിൾ ആയിരിക്കുന്ന ഒരു പുസ്തകമായിട്ട് മാറിയിട്ടുണ്ട്. ഹുദയ കാനോനകത്ത് മാമോദീസയെ കുറിച്ച് അവർ എഴുതിയിരിക്കുന്ന പ്രമാണം ഇങ്ങനെയാണ്: ഒരുവൻ സ്നാനപ്പെടുവാൻ തയ്യാറായി വന്നാൽ, സ്നാനപ്പെടുവാനായി ആഗ്രഹിച്ചു വരുന്നയാൾ സ്നാപകനായ പുരോഹിതനോടൊപ്പം വെള്ളത്തിൽ ഇറങ്ങണം. വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആഭരണങ്ങൾ, വിലയേറിയ വസ്തുക്കൾ അഴിച്ച് മാറ്റണം. സ്നാപകനോടൊപ്പം വെള്ളത്തിലിറങ്ങുന്ന സ്നാനാർത്ഥിയെ ഈശോ മശിഹയുടെ കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തണം. ഇത് പെന്തക്കോസ്ത് സ്വദേശിമാരെ പഠിപ്പിച്ചതല്ല, ഇത് യാക്കോബക്കാരുടെ പ്രമാണ പുസ്തകമായ ഹുദയ കാനോനിൽ എഴുതി വെച്ചിരിക്കുക. എന്നാണ് ഇതിന് മാറ്റം സംഭവിച്ചത്? എന്നാണ് കേരളക്കരയിലൊക്കെ ശിഷ്യസ്നാനം ഉണ്ടായത്? അധികം കാലമൊന്നും ആയില്ല. ഒരു 350 വർഷം പുറകിലോട്ടുള്ള ക്രിസ്തീയ ചരിത്രം പഠിച്ചാൽ പോലും അന്ന് വരെ മുഴുവൻ സ്നാനമായിരുന്നു, വിശ്വാസ സ്നാനമായിരുന്നു.
ഇനി ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം മാവേലിക്കരയാണ് ഞാൻ പഠിച്ചേ. അന്ന് ഞങ്ങളെ പഠിപ്പിച്ചൊരു അധ്യാപകൻ, അതായത് ഒരു ബാപ്റ്റിസ്റ്റുകാരനായിരുന്നു, CT എബ്രഹാം സാറ്. മരിച്ചുപോയി, കർണാടകത്തിൽ പോയി വലിയൊരു പ്രവർത്തനമൊക്കെ തുടങ്ങിയ ഒരു വലിയ മിഷണറി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, CSIക്കാർ മുഴുവൻ സ്നാനം നടത്തുന്നുണ്ട്, കാണണമെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞു. CSIയിലെ ബിഷപ്പ് ഒരു മുഴുവൻ സ്നാനം നടത്തുന്നുണ്ട്. സാധാരണ അവരെന്താ ചെയ്യുന്നത്? കളിക്കുകയുള്ളൂ. ഞാൻ പോയി കണ്ടതാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നമ്മൾ നടത്തുന്നതിനകത്ത് അല്പം വ്യത്യാസമുണ്ട്. ബിഷപ്പിന്റെ വസ്ത്രങ്ങളൊക്കെ നനയുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം വള്ളത്തെ നിൽക്കുവാൻ, വെള്ളത്തിനകത്തല്ല, അദ്ദേഹം വള്ളത്തെ നിൽക്കുക. സ്നാനപ്പെടാനുള്ള ആള് വെള്ളത്തിൽ നിൽക്കുന്നു. വള്ളത്തെ നിന്നുകൊണ്ട് ആ പാവം മനുഷ്യൻ വല്ലാതെ കഷ്ടപ്പെട്ട് കുനിഞ്ഞ് ഈ വെള്ളത്തിൽ നിൽക്കുന്ന ആളുടെ തലയെ പിടിച്ചിട്ട്, ഞാൻ നിന്നെ പിതാവിന്റെയും എന്ന് പറഞ്ഞൊന്ന് മുക്കി, പുത്രന്റെയും എന്ന് പറഞ്ഞ് ഒന്നുകൂടെ മുക്കി, പൊങ്ങി വന്നപ്പം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ആ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി. ആരീതാ? CSIയിലെ ബിഷപ്പ്. അന്ന് ഒരു സംശയ നിവാരണം നടത്തി. ഈ തണിക്കുന്ന പാർട്ടി എന്തിനാ ഇവരെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തത്? അപ്പൊ അന്ന് EUന്റെ ഇവാഞ്ചലിക്കൽ യൂണിയൻ, അതിനുശേഷമാണ് ICFP ഒക്കെ ഉണ്ടാകുന്നത്. EUന്റെ ഒരു തോമസ് സാർ ഉണ്ടായിരുന്നു മാവേലിക്കര കോളേജിൽ. അദ്ദേഹം പറഞ്ഞു, ഇത് ഹിന്ദുവിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഇപ്പൊ ഈ സ്നാനമേറ്റവര് ഹിന്ദു മാർഗം ഉപേക്ഷിച്ച് ക്രിസ്തീയ മാർഗത്തിലേക്ക് വന്നവരായതുകൊണ്ട് അവർക്ക് തളിച്ച പോരാ, അവരെ മുക്കണം. അവരെ തളിച്ച് സ്നാനപ്പെടുത്തിയ പോരാ, അവരെ മുക്കി സ്നാനപ്പെടുത്തിയേ പറ്റത്തുള്ളത്. ആർക്കും അറിയാം, അത് ബിഷപ്പിനറിയാം. അതുകൊണ്ടാണ് അവരെ മുക്കി സ്നാനപ്പെടുത്തിയത്. അവർക്ക് തളിപ്പ് പോരാ. അപ്പൊ ഹിന്ദു എന്ന് വന്നാൽ തളിപ്പ് പോരാ. ഈ ബോധമല്ല ഇവന്റെ എല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. സത്യം എന്താണെന്ന് ഇവർക്കൊക്കെ അറിയാം. എന്നാൽ ഈ പോംസ് എന്താ പറയുന്നത്, അവരുടെ ഇന്ന് അനുഭവിക്കുന്ന ആ വലിയ പൊങ്ങച്ചങ്ങളൊക്കെ നഷ്ടപ്പെടുമല്ലോ എന്ന് കണ്ടിട്ടാണ് ഈ സത്യത്തിന് വേണ്ടി പലരും മുമ്പോട്ട് ഇറങ്ങാതിരിക്കുന്നത്. അപ്പൊ അവരും മുഴുവൻ സ്നാനത്തെ അംഗീകരിക്കുന്നവരാണ്. അപ്പൊ സ്നാനം, ബാപ്റ്റിസോ എന്ന് പറയുന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം നിമഞ്ജനം ചെയ്യുക, നിങ്ങളെ പൂർണ്ണമായി. യേശു അതിന് മാതൃക കാണിച്ചു, യേശുവിന്റെ കൽപ്പന. ഇനി പെന്തക്കോസ്ത് നാളിലേക്ക് വരാം. സഭാചരിത്രം, അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ് ഒറ്റ പ്രസംഗം. പത്രോസ് ഒറ്റ പ്രസംഗത്തിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടെ? 3000 പേര് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നല്ലേ മതി അല്ലെ? രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് അവരെയൊക്കെ സ്നാനപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്മാരുടെ കാലത്ത് സ്നാനം നടന്നത് മുഴുവൻ സ്നാനമാണ്. അവരെയൊക്കെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുക. പൗലോസ് ഇങ്ങനെ സുവിശേഷ വേലയിൽ സഞ്ചരിച്ചവരുടെ സ്ഥലത്ത് ചെന്നപ്പോ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്നാനം? അവര് പറഞ്ഞു, ഞങ്ങള് സ്നാനപ്പെട്ടതാ, ഞങ്ങള് സ്നാനപ്പെട്ട. അപ്പൊ ഏതായിരുന്നു സ്നാനം? പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലെന്ന് ചോദിച്ചപ്പോഴാ അല്ലേ? അപ്പൊ സ്നാനത്തിനകത്ത് എന്തുണ്ട്? പരിശുദ്ധാത്മാവിന്റെ നാമം കൂടെ ഉണ്ട്. സ്നാനത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ നാമമുണ്ട്. മത്തായി സുവിശേഷത്തിൽ വായിച്ച വാക്യം മറന്നു പോകരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക, നിമഞ്ജനം ചെയ്യുക. ഇനി സ്നാനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിലേക്ക് വരിക. സ്നാനം എന്ന് പറയുന്നത് ജഡത്തിന്റെ അഴുക്ക് കളയുവാനായിട്ടുള്ളത്. നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് നിങ്ങളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കളയാനൊന്നുമല്ല. ആണോ? ഞങ്ങളെയൊക്കെ തന്നെ, ഞാൻ സ്നാനപ്പെട്ടത് കരക്കവളത്തിലല്ല. ഞാൻ സ്നാനപ്പെട്ടത് പെരുന്തേനരുവി എന്ന് പറയുന്നത് വെച്ചുചിറക്കടുത്ത്, ജോൺസന്റെ ഒക്കെ വീടിനടുത്ത് അമ്പയാറിലെ പെരുന്തേനരുവി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ സ്നാനപ്പെട്ടത്. എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ KG ഫിലിപ്പ് ഇന്ന് വളരെ വാർദ്ധക്യത്തിലാണ്. തിരുവനന്തപുരത്ത് വിശ്രമം ചെയ്ത് നയിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ പോയെന്ന് കണ്ടിരുന്നു. അത് സന്തോഷമാണ്. നമ്മളെ സ്നാനപ്പെടുത്തിയ ദേവാസന്മാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയാൽ കാണുന്നത്. അതൊന്നും വ്യവസ്ഥയൊന്നുമില്ല കേട്ടോ. അവരെ കണ്ടേ ഉൾക്കൊള്ളുന്നൊന്നുമില്ല. നമ്മെ സ്വതന്ത്രം സ്നാനപ്പെട്ട് കയറി കഴിഞ്ഞാൽ അന്നേരം മറന്നുപോയാലും അത് പാവമല്ല. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം. ഇത് അതൊക്കെ മാനുഷികമായ ഗുണങ്ങളാണ്. പ്രൈസ്. അതല്ലാതെ അതിനകത്ത് വേദപുസ്തകത്തിലൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അപ്പൊ അവിടെയാണ് ഞാൻ സ്നാനപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, കലക്ക വെള്ളത്തിൽ സ്നാനപ്പെട്ടവരുണ്ട്, ഓരുള്ള വെള്ളത്തിൽ സ്നാനപ്പെട്ടവരുണ്ട്. അപ്പൊ അവരൊരു പക്ഷേ സ്നാനപ്പെടാൻ പോയതിനേക്കാൾ കൂടുതൽ അടുക്കുമായിട്ടായിരിക്കും ചിലപ്പോൾ സ്നാനപ്പെട്ടേച്ച് കയറി വരുന്നത്. അതുകൊണ്ടാണ് വേദോസം വളരെ കറക്റ്റായിട്ട് പറഞ്ഞ സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനുള്ള സംഭവമൊന്നും അല്ല, ക്രിസ്തുവേശുവിനോടുള്ള ഒരു നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്. ക്രിസ്തുവേശുവിനോടുള്ള ഒരു നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷ ഒരു വലിയ വിഷയമാണ്.
ഒരു ക്ലിയർ കോൺഷ്യൻസ്. നമ്മൾ ക്രിസ്തുവിന്റെ സന്നിധി ചെല്ലുമ്പോൾ നമുക്കൊരു ക്ലിയർ കോൺഷ്യൻസ് വേണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ പേരൻസ് വെളിയിൽ പോകുമ്പോൾ അവർക്ക് ചെറിയ ഹോംവർക്ക് ഒക്കെ കൊടുത്തേച്ചു പോകും. ഹോംവർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്സിന്റെ ഹോംവർക്കോ ഫിസിക്സിന്റെ ഹോംവർക്കോ മാത്രമല്ല, അല്ലേ, ചെറിയ ചെറിയ പണികളൊക്കെ കൊടുത്തേച്ചു കൊടുക്കും. കബോർഡൊക്കെ ഒന്ന് നന്നാക്കി വെക്കുക, ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കുക, ഒന്ന് തൂത്തോടത്തൊക്കെ വെക്കുക, അല്ലെ അടുക്കളയുടെ ഒരു ഭാഗം കാണിച്ചിട്ട് മോളെ തിരിച്ചു വരുമ്പോഴത്തേന് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചേക്കണമെന്ന് പറയാം. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ അതങ്ങ് അനുസരിച്ചാൽ, അവര് അപ്പനും അമ്മയും പോയി കഴിയുമ്പോൾ ഇതങ്ങ് ചെയ്താൽ ഇവർ തിരിച്ചു വരുമ്പോൾ ഇവരെ ഫേസ് ചെയ്യാനായിട്ട് അവർക്കൊരു ക്ലിയർ കോൺഷ്യൻസ് ആണ്, അല്ലെ. നല്ല മനസാക്ഷിയുടെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരിക. അപ്പനും അമ്മയും തിരിച്ചു വരുമ്പോൾ ഈ പിള്ളേർ ചിരിയോടെയാണ് നിൽക്കുന്നത്, അവർ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് എങ്കിൽ അതിന്റെ അർത്ഥം ഇവർക്കൊരു നല്ല മനസാക്ഷി ഉണ്ടാകും. നല്ല മനസാക്ഷി എന്താണെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ എനിക്ക് ചെയ്യാവുന്ന അത്രയും ഭംഗിയായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോധം വന്നു കഴിയുമ്പോൾ അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ക്ലിയർ കോൺഷ്യൻസ് നമുക്കുണ്ട്. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിനുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള ഒരപേക്ഷയാണ്. കർത്താവ് പറഞ്ഞ ആദ്യത്തെ കൽപ്പന പറഞ്ഞത് ബേസ് അതാണ്. ബേസ് എന്ന് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട യേശുവിന്റെ കൽപ്പന സ്നാനപ്പെടുക എന്നുള്ളത്. അപ്പൊ ആ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ക്ലിയർ കോൺഷ്യൻസ് വേണം. നമുക്ക് കർത്താവിന്റെ അടുത്ത് എന്നിട്ട് ധൈര്യമായിട്ട് പറയാൻ കഴിയണം, കർത്താവ് നീ പറഞ്ഞത് ഞാൻ ചെയ്യും. യോഹന്നാൻ സുവിശേഷം ഒരു വാക്യം വായിക്കുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവർ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. യേശുവിനെ സ്നേഹിക്കുന്നവർ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കും. നമ്മൾ സ്നാനപ്പെട്ട ദൈവജനത്തിന് ദൈവസന്നിധി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക പ്രാഗൽഭ്യം ഉണ്ടല്ലോ, അതിന്റെ കാരണം ഇതാ, കർത്താവ് പറഞ്ഞു ചെയ്തെന്നൊരു ബോധം അവർക്കുണ്ട്. കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ചെന്നുള്ളൊരു ബോധം അവരുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് അവർക്ക് ദൈവസന്നിധിയിൽ ഒരു വലിയ നല്ല മനസ്സാക്ഷിയുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു വേദഭാഗം നമ്മൾ വായിക്കാൻ പോവുക. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴെയുള്ള വേദഭാഗങ്ങൾ വായിച്ചോ. ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം, ശ്രദ്ധിക്കണേ, പാപസംബന്ധമായി മരിച്ചവരായ നാം. ഒന്ന്, നമുക്കൊരു മരണം സംഭവിച്ചു, അത് പാപസംബന്ധമായ മരണമാണ്. വായിക്കാം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. യെസ്, വായിക്കാം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടന്നതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചതായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തോടു കൂടെ ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. സ്നാനപ്പെടുന്ന ഏൽക്കുവാൻ പോകുന്ന ഒരാള് യഥാർത്ഥത്തിൽ എന്താണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്യൂട്ടിഫുൾ ഒരു എന്താ പറയുന്ന ഒരു ഗ്രാഫിക് പിക്ചറൈസേഷൻ ആകും. വരച്ചു കാണിച്ചിരിക്കുക എന്താണ് സ്നാനം എന്നുള്ളത്. അവിടെ നന്നായിട്ട് നമ്മൾ വരച്ചു കാണിച്ചിരിക്കുക. ഒന്ന്, ഞാൻ പാപസംബന്ധമായി മരിച്ചു എന്നൊരാൾ പറയാം. ഞാൻ ആ ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു. പാപസംബന്ധമായി മരിച്ചു. പാപസംബന്ധമായി മരിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിപ്പോകരുത്. പാപത്തിൽ മരിക്കുകയല്ല, പാപത്തോട് മരിക്കുക എന്ന് പറഞ്ഞാൽ saying no to sin. പാപത്തോട് നോ പറയുന്ന അവസ്ഥ. പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തോട് നോ പറയുക. കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ വരെ ചെയ്തിരുന്ന വിഷയങ്ങളോട് നാം മനഃപൂർവ്വമായി നോ പറയുക. ആ നോ പറയാൻ ഒരു റീസൺ ഉണ്ട്. അവൻ എന്റെ പാപത്തിന്റെ പരിഹാരമായി മരിച്ച യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു.
നമ്മുടെ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ച ഒരു ഇംഗ്ലീഷ് കോറസ് ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോളാം. Books I used to read, I read them no more. Books I used to read, I read them no more. Books I used to read, I read them no more. There's a great change since I was born. 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 There's a great change since I was born. എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ അറിയുന്നു. ഞാൻ ഇന്നലെ വരെ വായിച്ച പുസ്തകമല്ല ഇന്ന് ഞാൻ വായിക്കുന്നത്. ഞാൻ ഇന്നലെ വരെ പോയ സ്ഥലത്തല്ല ഇന്ന് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെ വരെ പറഞ്ഞ വാക്കുകളല്ല ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ പാപ സംബന്ധമായി മരിച്ചു. നേരെ ജോബി വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മോർച്ചറി, മറ്റേത് മറിച്ചത് മൊബൈൽ മോർച്ചറി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ കൺവീനിയൻസാ. പണ്ടൊന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. പണ്ട് മക്കൾ അമേരിക്കയിലാണെങ്കിൽ കപ്പലും ഒക്കെ പിടിച്ച് നാട്ടി വരുമ്പോഴത്തേന് അപ്പനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങ് അടക്കും. നാട്ടുകാരനാണ് കൂടി അങ്ങ് അടക്കും. വീട്ടുകാരൻ നാട്ടുകാരൊക്കെ ചേർന്ന് പ്രൈസലോ വന്നു കഴിഞ്ഞിട്ട് ശവകുടീരത്തിലൊക്കെ പോയി ഒരു പുഷ്പേക്കറൊക്കെ അർപ്പിച്ച് ഒരു മെഴുതിലൊക്കെ എത്തിച്ച് ആ സങ്കടം അങ്ങ് തീർക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം പിള്ളേരാ തീരുമാനിക്കുന്നത് എന്ന് അടക്കണോ. കാരണം വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ അവർ 4 കോണ്ടിനെന്റിലായിരിക്കും. അപ്പനോ അമ്മയോ ചത്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ഓസ്ട്രേലിയയിലുള്ളവൾ അമേരിക്കയിലുള്ളവൾ വിളിക്കും, അമേരിക്കയിലുള്ളവള് കാനഡയിലുള്ളവനെ വിളിക്കും, കാനഡയിലുള്ളവൻ UAE-യിലുള്ളവനെ വിളിച്ചിട്ട് ഇവർ തമ്മിലൊരു തീരുമാനം എടുക്കും. നിനക്കെന്ന് വരാൻ പറ്റുമോ, എനിക്കെന്ന് വരാൻ പറ്റുമോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് ഇവരൊരു ഡേറ്റ് പറയുന്നത്. ഞങ്ങളെല്ലാവരുടെ ഇത്ര ദിവസം എത്തും. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം കോൺട്രാക്ടേഴ്സ് ഉണ്ട്, അറിയാം. പണ്ട് യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടായിരുന്ന ഫ്യൂണറൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഓമന പേരിൽ അവരറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മുടെ അവിടെ ആ ഒരു പേരിലൊന്നും വന്നില്ലെങ്കിലും ഇപ്പൊ ഇതിനെല്ലാം കോൺട്രാക്ട് ഉണ്ട്. പിള്ളേർന്ന് പറയണ്ട, കാശ് അയച്ചു കൊടുത്താൽ മതി, സകലം ചെയ്തോളൂ. മോർച്ചറി വെക്കുന്നിടം തൊട്ട് ഇതുവരെ പാനിന്റെ ഷർട്ട് വിട്ടിട്ടില്ലാത്ത അപ്പച്ചനെ വേണേ പാനും ഷർട്ടും ടൈയും ഒക്കെ ഇടിച്ച് നല്ല കുട്ടപ്പനായിട്ട് കിടത്തി തരുന്ന പാർട്ടികളുണ്ട്. എല്ലാം ഒരുക്കി അവര് ഫ്യൂണറൽ ഡയറക്ടേഴ്സാണ്. അവര് ചെയ്തോളും. ഒരു ഇവന്റ് മാനേജ്മെന്റ് പോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു സംസ്കാര ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് അതിലൊരു ഇവന്റ് മാനേജ്മെന്റാ. ഭയങ്കര ചെലവാകട്ടു. അല്ല, പണ്ട് കല്യാണത്തിനായിരുന്നു ചെലവ്, ഇപ്പൊ ശവസംസ്കാരത്തിന് അതിനേക്കാൾ കൂടുതൽ ചെലവാണ്. ഞാൻ തമാശ പറഞ്ഞല്ല, മേഖലയാണോ സ്വസ്ഥമായിട്ട് വരിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും മരണച്ചിട്ടി ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. മരണച്ചിട്ടി ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ഈ യൂറോപ്പിലുണ്ട്. എനിക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ, ഞാനൊരു നല്ല ജോലിയൊക്കെയാണ്, 30-35 വയസ്സൊക്കെ ആയെങ്കിൽ ഈ ഫ്യൂണറൽ ഡയറക്ടേഴ്സ് നമ്മളെ സമീപിച്ചിട്ട് പറയും ഇപ്പൊ തൊട്ടേ സേവ് ചെയ്തോളാം. എന്തിനാ? എന്റെ അടക്കത്തിന് വേണ്ടി സേവ് ചെയ്തോളാം. മാസം തോറും $20 ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്കൊരു ചെറിയ ചിട്ടി പോലെ സേവിങ്സ് ആക്കി വെക്കാം. അത് നമ്മുടെ വിൽപത്രത്തിൽ എഴുതി വെക്കാൻ ഞാൻ ഇന്ന ഫ്യൂണറൽ ഡയറക്ടേഴ്സിന്റെ കൂടെ എല്ലാ മാസവും ഇത്ര $1 വെച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് വലിയ ആശ്വാസമാണ്. കാരണം നമ്മുടെ അമ്മ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വലിയ ചെലവൊന്നും ഇല്ലാതെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ അടക്കിയേ പറ്റത്തുള്ളൂ. പാപസംബന്ധമായി മരിച്ച നിങ്ങളെയും അടക്കണം. പാപസംബന്ധമായി മരിച്ച ഒരാളെ അടക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരുത്തനെ കുഴിച്ചിടണം. രക്ഷിക്കപ്പെട്ടെന്ന് സാക്ഷ്യം പറയുന്ന ഒരാളെ നിശ്ചയമായിട്ടും അടക്കം ചെയ്തേ പറ്റത്തുള്ളൂ. നാം ക്രിസ്തുവിനോടുകൂടെയാ മരിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ അടക്കം ചെയ്യപ്പെടുന്നു. ക്രിസ്തുവിനെ അടക്കി വെക്കാൻ കഴിയുന്നവരല്ല, അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുന്നു. ഞാനതാ ആദ്യം പറഞ്ഞത്. സ്നാനത്തെ കുറിച്ചുള്ള ഒരു ഗ്രാഫിക് പിക്ചറൈസേഷൻ പൗലോസ് വളരെ മനോഹരമായിട്ട് അവിടെ തരിക. നിങ്ങൾ മരിച്ചു, അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്തു. മരിച്ചയാളെ അടക്കി, അടക്കം ചെയ്യപ്പെട്ടയാൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തു. ഉയർത്തെഴുന്നേൽക്കുന്നയാൾ ജീവന്റെ പുതുക്കത്തിലാണ് പിന്നീട് നടക്കുന്നത്. പിന്നീട് അവർ പാപത്തിലല്ല നടക്കുന്നത്. ഇനി നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് വേണം. നിങ്ങൾ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. നിങ്ങളെ സ്നാനത്തിലേക്ക് വരുമ്പോ, നിങ്ങൾ സ്നാനക്കുളത്തിൽ ഇറങ്ങുമ്പോ, സ്നാനപ്പെടുത്തുന്ന ഞാനോ അല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷകനോ ആരാണെങ്കിലും നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അത് നിങ്ങളുടെ രക്ഷാനിർണയത്തെ കുറിച്ചുള്ള ഒരു റീഅഫർമേഷനാണ്. നിങ്ങൾ ഇന്ന് പറഞ്ഞ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ സാക്ഷ്യത്തിന്റെ ഒരു റീഅഫർമേഷൻ,
വീണ്ടും ഒന്നുകൂടെ നിങ്ങൾ പുതുക്കി പറയുക. ചോദ്യം ഇതാണ്, ആമേൻ സ്തോത്രം. അത് ഞങ്ങളുടെ ഭാഷയിൽ ചിലപ്പോ വ്യത്യസ്തമായ നിലയിൽ ചോദിച്ചെന്ന് വരാമെന്നുള്ള ചോദ്യത്തിന്റെ കാതലായ ഫോം ഇത്രയേ ഉള്ളൂ. ഒന്ന്, യേശു ക്രിസ്തു ദൈവപുത്രനായി ലോകത്തിൽ വെളിപ്പെട്ടുവെന്നും നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നു. നിങ്ങൾ അവിടെ സ്നാനജലത്തിൽ നിന്നുകൊണ്ട് ആ സാക്ഷ്യം റീഅഫൈം ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, വിശ്വസിക്കുന്ന നിങ്ങളെ സ്നാനപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ കൽപ്പന നാം ആദ്യം വായിച്ചത് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ വാക്യങ്ങളിൽ വായിച്ചതുപോലെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ കൽപ്പന എന്താണ്? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ള യേശുവിന്റെ കൽപ്പന അനുസരിച്ച് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനായ ഞാൻ, അല്ലെങ്കിൽ സ്നാനപ്പെടുത്തുന്ന മറ്റൊരാൾ, നിങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി നിങ്ങളെ പൊക്കിയെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ പ്രക്രിയ വെള്ളത്തിൽ ഞാൻ നിങ്ങളെ മുക്കുമ്പോ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിച്ച ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ അടക്കപ്പെടുന്നു. മരിച്ച, പാപസംബന്ധമായി മരിച്ച നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നു. നിങ്ങൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ സിംബോളിക്കായിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നു. നിങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമ്പോ അതിന്റെ അർത്ഥം അവൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അവൻ ഇന്നലെ വരെ ചെയ്തത് ചെയ്യുവാൻ നിനക്ക് അവകാശമില്ല. ഇന്നലെ പോയ സ്ഥലത്ത് പോകാൻ നിനക്ക് അവകാശമില്ല. അവന്റെ പ്രമാണം വേദപുസ്തകമായി മാറും. ബാക്കി എല്ലാ പ്രമാണങ്ങളോടും നോ പറഞ്ഞിട്ട് ഒരു പുതിയ പ്രമാണത്തിലേക്ക് വരും. ആ പ്രമാണം പുതിയ നിയമത്തിന്റെ പ്രമാണമാണ്, വേദപുസ്തകത്തിന്റെ പ്രമാണമാണ്. നിങ്ങളെ കൈത്താങ്ങി നിങ്ങളെ വളർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളൊരു കടപ്പാടാണ് ലോക്കൽ സഭകൾക്കുള്ളത്. പ്രാദേശിക സഭകളുടെ കടപ്പാട് പുതുതായിട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുന്ന നിങ്ങളെ പഥ്യോപദേശത്തിലും ക്രിസ്തീയ മാർഗത്തിലും ഒക്കെ നിങ്ങളെ നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളൊരു ലോക്കൽ ക്രിസ്തുവിനോട് ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളാണ്. ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് സഭ. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായിട്ട് നിങ്ങൾ മാറും. അവൻ ഇവിടെ നിങ്ങൾ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഹെബ്രോൻ ഫെലോഷിപ്പിന്റെ അംഗങ്ങളായിട്ട് മാറും. അതൊരു ക്രിസ്തുവിന്റെ ശരീരമാണ്, സഭയാണ്. അവിടെ നിങ്ങൾ ഹെബ്രോന്റെ അംഗങ്ങളായിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതൊരു ഈസി ഗോയിങ് അല്ല. അവിടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ സഭയോട് കൂറു പുലർത്തുന്നവരായിരിക്കണം, സഭാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നവരായിരിക്കണം, സഭയുടെ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവരായിരിക്കണം. വളരെ ശക്തമായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ദൈവസഭയിൽ ഷെയർ ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ. ഇതെന്തിനാ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത്? സഭയ്ക്ക് ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. സഹോദരം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി വളരണം. നിങ്ങൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി വളരണമെങ്കിൽ അവൻ വചനം അനുസരിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ.